വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅല എന്ന അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അഅലയിലെ 5 ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ വല്ലദീ അഖ്റജൽ മർഅ ഫജഅലഹു ഗുസാഅൻ അഹ്വ. ഈ ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തസ്ബീഹ് നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആരംഭിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ അഅല. നിൻ്റെ അത്യുന്നതനായ രക്ഷിതാവിൻ്റെ നാമത്തെ നീ പ്രകീർത്തിക്കുക, അല്ലെങ്കിൽ നീ തസ്ബീഹ് നടത്തുക. അതിൻ്റെ ശേഷം ആരാണ് ആ അത്യുന്നതനായ നാഥനെന്ന് വിശദീകരിക്കുകയാണ്, റബ്ബെന്ന് വിശദീകരിക്കുകയാണ്. ആ റബ്ബ് ആരാണ്? അല്ലദീ ഖലഖ ഫസവ്വ, അവൻ സൃഷ്ടിച്ചവനാണ്, ശരിപ്പെടുത്തിയവനാണ്. അതേപോലെ തന്നെ വല്ലദീ ഖദ്ദറ ഫഹദ, വ്യവസ്ഥ നിർണയിച്ച് മാർഗദർശനം നൽകിയവനാണവൻ. വല്ലദീ അഖ്റജൽ മർഅ, മേച്ചിൽ സ്ഥാനം അഥവാ സസ്യങ്ങളെയെല്ലാം ഉൽപ്പാദിപ്പിച്ചവനാണ്. ഫജഅലഹു ഗുസാഅൻ അഹ്വ, എന്നിട്ട് അതിനെ അഥവാ ആ മേച്ചിൽ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സസ്യങ്ങളെയെല്ലാം ഒരു ചാമ്പൽ വർണ്ണം, ഇരുണ്ട വർണ്ണമുള്ളതായ ചവറാക്കി തീർക്കുകയും ചെയ്തവനാണ് അവൻ എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ അധ്യായത്തിലെ അടുത്ത ആയത്തിലേക്ക് അഥവാ 6-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സനുഖ്രിയുക ഫലാ തൻസ, സനുഖ്രിയുക ഫലാ തൻസ. ഇതിൻ്റെ ആശയവും അർത്ഥവും ഒക്കെ നമ്മൾ പഠിച്ചു പോകണം. സനുഖ്രിയുക ഫലാ തൻസ. സനുഖ്രിയുക എന്ന് പറഞ്ഞാൽ നിനക്ക് നാം ഓതിത്തരാം, നിന്നെ നാം ഓദിക്കാം. സനുഖ്രിയുക, ഖറഅ എന്ന പദം നമുക്കറിയാം, ഖറഅ വായിച്ചു അല്ലേ. സനുഖ്രിയുക, നിനക്ക് നാം എന്ത് ചെയ്യാം? ഓതിത്തരാം. ഫലാ തൻസ, ഫലാ തൻസ, നീ എന്ത് ചെയ്യില്ല? അപ്പോൾ നീ മറക്കുകയില്ല. അപ്പോൾ നീ മറക്കില്ല. നസിയ യൻസ എന്നൊക്കെ പറഞ്ഞാൽ മറക്കുക എന്നാ പറയാം, മറക്കുക, മറവി. ഫലാ തൻസ, അപ്പം നീ എന്ത് ചെയ്യില്ല? മറക്കുകയില്ല. നിനക്ക് നാം ഓതിത്തരാം, അപ്പോൾ നീ എന്ത് ചെയ്യില്ല? മറക്കുകയില്ല. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാം. അപ്പം സനുഖ്രിയുക ഫലാ തൻസ, നിനക്ക് നാം ഓതിത്തരാം, അതിനാൽ നീ മറന്നു പോകുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞൊരായത്താണ് സനുഖ്രിയുക, നിനക്ക് നാം ഓതിത്തരാം. ഫലാ തൻസ, നീ എന്ത് ചെയ്യില്ല? മറക്കുകയില്ല, അതിനാൽ നീ മറക്കുകയില്ല. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്? നമുക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മിയായിരുന്നു, നിരക്ഷരനായിരുന്നു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരക്ഷരനായിരുന്നു, എഴുത്തും വായനയും അറിയാത്ത ആളായിരുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40-ാമത്തെ വയസ്സിൽ പ്രവാചക തിരുമേനിക്ക് നുബുവത്ത് ലഭിക്കുന്നു, പ്രവാചകത്വം ലഭിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അലഖിലെ ആദ്യത്തെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുന്നു. അങ്ങനെ പിന്നെ പല സന്ദർഭങ്ങളിൽ പല ഘട്ടങ്ങളിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ അവതരിച്ചു കൊണ്ടേയിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്തൊരു പേടിയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പഠിക്കുന്ന ഖുർആൻ, ജിബ്രീൽ അലൈഹിസ്സലാം ഓതിത്തരുന്ന ഈ ഖുർആൻ അത് മറന്നു പോകുമോ, അത് മറക്കുമോ എന്ന ഒരു ആശങ്ക, ഒരു ഭയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ്. അള്ളാഹു ആ പ്രയാസം മനസ്സിലാക്കി പ്രവാചക തിരുമേനിക്ക് സമാധാനം നൽകുകയാണ്. സനുഖ്രിയുക, നിനക്ക് നാം എന്ത് ചെയ്യും? ഓതിത്തരാം, നിന്നെ നാം ഓദിക്കാം. ഫലാ തൻസ, നീ എന്ത് ചെയ്യില്ല? മറക്കുകയില്ല. ഞാൻ ഓതിത്തരുന്നത് കൊണ്ട്, അഥവാ ഖുർആൻ നിനക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യും? ഓതിത്തരും, അതിനെ മറപ്പിക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തഫ്സീറുകളിൽ കാണാം ഖൗലുഹു തആല സനുഖ്രിഉക ഐ അൽ ഖുർആൻ യാ മുഹമ്മദ് ഫനുഅല്ലിമുകഹു ഫലാ തൻസ. ഇതേ ആശയം, അഥവാ നിനക്ക് നാം ഖുർആൻ എന്ത് ചെയ്യും? ഓതിത്തരും. മുഹമ്മദ് നബിയോട് അല്ലാഹു പറഞ്ഞാണ്.
അത് നീ എന്ത് ചെയ്യില്ല, മറന്നു പോവുകയില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഒരു ആയത്ത്, നബിക്ക് ഇറക്കിയ ഒരു ഖുർആനിലെ ആയത്ത്, ആ ആയത്ത് എന്ത് ചെയ്യില്ല, മറക്കുകയില്ല. ഏതുവരെ? മരിക്കുന്നത് വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ അത് മറന്നു പോവുകയില്ല എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അതൊരിക്കലും നബി എന്ത് ചെയ്യില്ല, മറക്കില്ല. അപ്പോൾ ഈ ആയത്ത് എന്താണെന്ന് മനസ്സിലായല്ലോ. സനുഖരിഉക ഫലാ തൻസ, നിനക്ക് നാം ഓതിത്തരാം, അതിനാൽ നീ എന്ത് ചെയ്യില്ല, മറക്കുകയില്ല. അപ്പം എന്താണ് അതിൻ്റെ ആശയം? ഖുർആൻ മറന്നു പോകുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമയിൽ നമുക്ക് കാണാം, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി, നീ അത് അഥവാ ഖുർആൻ ധൃതിപ്പെട്ട് ഹൃദ്യസ്ഥമാക്കാൻ വേണ്ടി അതും കൊണ്ട് നിന്റെ നാവ് ചലിപ്പിക്കേണ്ടതില്ല. നബിക്ക് ഭയമുണ്ടായിരുന്നു, നബിക്ക് ആശങ്ക ഉണ്ടായിരുന്നു. അതുകൊണ്ട് അല്ല പറയാം, മുഹമ്മദ് നബിനെ പറയാൻ, നീ എന്ത് ചെയ്യേണ്ട, നീ ധൃതിപ്പെട്ട് ഇങ്ങനെ നാവ് ചലിപ്പിക്കേണ്ട ആവശ്യമല്ല, ഇത് ഹൃദ്യസ്ഥമാക്കാൻ, മനപ്പാടമാക്കാൻ. ഇന്ന അലൈന ജംഅഹു വ ഖുർആന, അതിൻ്റെ അഥവാ ഖുർആനിൻ്റെ സമാഹരണവും അത് ഓതിത്തരലും നമ്മുടെ ബാധ്യതയാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ല? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന ഒരു ആശങ്ക, പ്രവാചക തിരുമേനിക്കുണ്ടായിരുന്ന ഒരു ഭയം, പഠിച്ച ഈ ഖുർആൻ, അവതീർണമായ ഈ ഖുർആൻ മറന്നു പോകുമോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു, അത് മറക്കുകയില്ല, നിനക്ക് നാം എന്ത് ചെയ്യും, ഓതിത്തരും. എല്ലാ റമളാനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരും, എല്ലാ റമളാനിലും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഏതുവരെയാണോ ആ റമളാനിൽ അവതീർണമായത് അതുവരെ ഓതി കൊടുക്കും. അതേപോലെ നബിയുടേത് കേൾക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള റമളാനിൽ 2 തവണ ഇത് ആവർത്തിച്ചു എന്നൊക്കെ ഹദീത്തുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഖുർആനിൻ്റെ സംരക്ഷണത ആരെ ഏറ്റെടുത്ത? അള്ളാഹ് ഏറ്റെടുത്താണ്. മനസ്സിലായി? ഖുർആനിൽ ഒരു വൈരുദ്ധ്യം ഉണ്ടാവില്ല. ഖുർആനിൽ ആരുടെ വകയായും ഒന്നും കടത്തിക്കൂട്ടാൻ സാധ്യമല്ല, കാരണം അള്ളാഹ് ഏറ്റെടുത്തതാണ്. അപ്പം നബിയോട് നബിയുടെ ആശങ്കയെ പരിഹരിച്ചുകൊണ്ട് അതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ച ആയത്താണ് സനുഖരിഉക ഫലാ തൻസ. ഇനി അടുത്ത ആയത്ത് എന്താ? ഇല്ലാ മാഷാ അല്ലാഹ് ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് പഠിക്കേണ്ട ഒരു ആയത്താണിത്. ഇല്ലാ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ് എന്നുള്ള പദം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. ഇല്ലാ മാഷാ അല്ലാഹ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഒഴികെ, ല ഇല്ല, ഇല്ല ഒഴികെ. മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ. അള്ളാഹു ഇതിൻ്റെ മടക്കം മുകളിൽ ആയത്തിലേക്കാണ്, ഞാൻ പറയാം. ഇല്ലാ മാഷാ അല്ലാഹ് ഇന്നഹു, തീർച്ചയായും അവൻ, യഅലമു അറിയും, നിശ്ചയമായും അവൻ അറിയും. ഇന്നഹു യഅലമു, ഇന്നഹു യഅലമു അൽ ജഹ്റ വമാ യഖ്ഫ. ജഹ്ർ എന്ന് പറഞ്ഞാൽ പരസ്യം, വെളിവായത്, ഉറക്കയുള്ളത്. അതേപോലെ തന്നെ വമാ യഖ്ഫ, വമാ എന്ന് പറഞ്ഞാൽ യാതൊന്നും, യഖ്ഫ അവ്യക്തമാകുന്നത്, മാഞ്ഞു പോകുന്നത്. മനസ്സിലായോ? അപ്പം എന്താ ഈ ആയത്തിൽ പറയുന്നത്? അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. എന്താ ആദ്യത്തെ ആയത്തിൽ പറഞ്ഞത്? സനുഖരിഉക ഫലാ തൻസ, നീ എന്ത് ചെയ്യേണ്ടതില്ല, സനുഖരിഉക നിനക്ക് നാം ഓതിത്തരും, ഫലാ തൻസ നീ മറക്കുകയില്ല, അതിനാൽ നീ എന്ത് ചെയ്യില്ല, മറന്നു പോവുകയില്ല. എന്നിട്ട് പറയാം ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. നിശ്ചയമായും അവൻ പരസ്യവും വ്യക്തമായിരിക്കുന്നതും അറിയുന്നു. അവൻ പരസ്യവും അവ്യക്തമായിരിക്കുന്നതും അവൻ എന്ത് ചെയ്യുന്നു, അറിയുന്നു. അപ്പം എന്താ ഈ ആയത്തിൽ പറയുന്നത്? ഇതിൽ നിന്നൊരു കാര്യം വളരെ ക്ലിയറാണ്, വ്യക്തമാണ്. ആദ്യത്തെ ആയത്തിൽ പറഞ്ഞ നബിയെ താങ്കൾ മറക്കുകയില്ല, താങ്കൾക്ക് ഞാൻ ഓതിത്തരും. എന്നിട്ട് പറയാം ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചത് മറക്കും. മനസ്സിലായോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് മറക്കും. അള്ളാഹു മറക്കണമെന്ന് ഉദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ട്, എന്താ നമുക്ക് പറയാം, അത് മറക്കും. ബാക്കിയുള്ളതൊന്നും മറക്കൂല, ആവശ്യമുള്ളതൊന്നും മറക്കൂല. മനസ്സിലായോ? ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. അള്ളാഹ് പറഞ്ഞു നിശ്ചയമായും അവൻ പരസ്യവും അവ്യക്തമായിരിക്കുന്നതും അറിയുന്നവനാകുന്നു. ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യൻസാ ഷൈഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മറക്കില്ല, ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. അള്ളാഹു മറക്കണം എന്ന് ഉദ്ദേശിച്ചത് എന്ത് ചെയ്യും, മറക്കും. ഇപ്പൊ ഖുർആനിൽ കാണാം, യംഹുല്ലാഹു മാ യശാ വയുസബ്ബിതു ബിഹി ഇൻദഹു ഉമ്മുൽ കിതാബ്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് മായ്ച്ചു കളയുകയും താൻ ഉദ്ദേശിക്കുന്നത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. മൂലഗ്രന്ഥം അവൻ്റെ പക്കലുള്ളതാകുന്നു
എന്താ ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്? എന്താണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? ഇപ്പം നോക്കൂ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു നബിയോട് പറയും, നബിയെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യില്ല, ഖുർആൻ ഇങ്ങനെ മറന്നു പോകുന്നു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് ഞാനത് ഓതിത്തരും, നീ അത് മറന്നു പോവുകയില്ല. എന്നിട്ട് പറയില്ല മാഷ അള്ളാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതൊഴികെ. എന്താ ഇന്ന് പഠിക്കേണ്ടതെന്ന് അറിയാം? വിശുദ്ധ ഖുർആനിൽ ചില നിയമങ്ങൾ ഉണ്ടായിരുന്നു, നസ്ഖ് ചെയ്യപ്പെട്ട നിയമങ്ങൾ എന്നാ പറയാം. നസ്ഖ് ചെയ്യുന്ന പറഞ്ഞാൽ മായ്ച്ചു കളഞ്ഞ, ഒഴിവാക്കിയ നിയമങ്ങൾ ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ രീതി, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ പശ്ചാത്തലം, അവതരണ രീതി നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ അത്ഭുതമാണ്. ഇപ്പം മദ്യവുമായി ബന്ധപ്പെട്ട വിഷയം എടുത്ത് നോക്കൂ നിങ്ങൾ. മദ്യം, ആ കാലഘട്ടത്തിലെ ആളുകളൊക്കെ മദ്യപിക്കുന്ന ആളുകളായിരുന്നു അല്ലേ, മദ്യപാനികളായ ആളുകളായിരുന്നു. മദ്യത്തിൻ്റെ കടകളിൽ ജോലി ചെയ്തിരുന്ന ആളുകളുണ്ട്, മദ്യപിച്ചുകൊണ്ട് നമസ്കരിച്ചിരുന്ന ആളുകളുണ്ട്. കാരണം മദ്യം അവരുടെ ജീവിതത്തിലെ ഒരു നിത്യ സ്വഭാവമായിരുന്നു. ആ മദ്യത്തെ എങ്ങനെയാണ് ഖുർആൻ വിരോധിക്കുന്നത്? എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഘട്ടം ഘട്ടമായിട്ടാണ് മദ്യത്തെ നിരോധിക്കുന്നത്. ഇപ്പം യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, നബിയെ നിന്നോടവർ കള്ളിനെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. നീ അവരോട് പറയുക, ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസി വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. കള്ളിനെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നുണ്ട്, അതിൽ ഉപദ്രവത്തേക്കാൾ ഉപകാരത്തേക്കാൾ ഉപദ്രവമാണുള്ളത് എന്ന് നീ അവരോട് പറയണം. ഉപകാരത്തേക്കാൾ ഉപദ്രവമാണ് എന്ന് പറയണം. അവിടെ നിരോധിച്ചോ? നിരോധിച്ചിട്ടില്ല. വേറെ സ്ഥലത്ത് കാണാം, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖ്റബുസ് സ്വലാത്ത വഅൻതും സുകാറ. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖ്റബുസ് സ്വലാത്ത വഅൻതും സുകാറ. നിങ്ങൾ മത്തന്മാരായിക്കൊണ്ട്, മദ്യപിച്ചവരായിക്കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കാരത്തെ സമീപിക്കാൻ പാടില്ല. അവിടെ നിരോധിച്ചിട്ടില്ല. മത്തന്മാരായി, മദ്യപിച്ചവരായി, അഥവാ ബോധമില്ലാത്ത ആൾക്കാരായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കരിക്കാൻ പാടില്ല. എന്നാൽ ഖുർആൻ ഒന്നുകൂടെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. വളരെ കൃത്യമായി കൊണ്ട് നിരോധിച്ചു. നോക്കൂ നിങ്ങൾ, ഘട്ടം ഘട്ടമായിക്കൊണ്ടാണ് എന്ത് ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തെ നിരോധിക്കുന്നത്, മദ്യം ഹറാം എന്ന് പറയുന്നത്. ഇനി മദ്യപിക്കാൻ പാടില്ല, ഇനി ആരും മദ്യപിക്കാൻ പാടില്ല. മുൻപ് കാലഘട്ടങ്ങളിൽ മദ്യപിച്ച മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, സംശയമൊന്നുമില്ല, മനസ്സിലായില്ലേ? പക്ഷേ അതെന്ത് ചെയ്തു? നിരോധിച്ചു. എങ്ങനെ നിരോധിച്ചു? ഘട്ടം ഘട്ടമായിട്ട്. എന്നാൽ ആ ആയത്തുകളൊക്കെ ഖുർആനിൽ തന്നെയുണ്ട്. ഇപ്പൊ യസ്അലൂനക അനിൽ ഖംർ, ഒരാൾ പറയാ ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉപകാരത്തേക്കാൾ ഉപദ്രവമാണ്. പക്ഷെ അപ്പോൾ ഉപകാരം ഉണ്ടെന്നുണ്ടല്ലോ അതിൽ, അതുകൊണ്ട് മദ്യപിക്കാൻ പറ്റുമെന്ന് ഒരു മുസ്ലിമിന് പറയാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട്? ഖുർആനിൽ വേറെ സ്ഥലത്ത് നിരോധിച്ചിട്ടുണ്ട്, ഹറാമാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിസ്കരിക്കുമ്പോൾ മാത്രം പിന്നെ മദ്യലഹരിയിലാകാതിരുന്നാൽ മതി എന്നാണല്ലോ ഖുർആനിലുള്ളത് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഘട്ടം ഘട്ടമായി നിരോധിച്ചു. എന്നാൽ ഇവിടെ ആ നിരോധിച്ചതിൻ്റെ ഘട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഖുർആനിലുണ്ട്. എന്നാൽ വേറെ ചില ആയത്തുകൾ, വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്ന, ഇസ്ലാം പഠിപ്പിച്ചിരുന്ന ചില നിയമങ്ങൾ, ആ നിയമങ്ങൾ പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന നിയമങ്ങളാണ്, ആ നിയമങ്ങൾ ഇനി ആവശ്യമില്ല. ആ നിയമങ്ങളെ അള്ളാഹു എന്ത് ചെയ്യും? മറപ്പിച്ച് കളയും, നബിക്ക് മറപ്പിച്ച് കളയും. അതിൻ്റെ ആവശ്യമല്ല ഇനി. മനസ്സിലായി കാണുന്ന ഞാൻ വിചാരിക്കുന്നത്. ഇസ്ലാം ഒരു ഉദാഹരണം, 10 തവണ മുലയൂട്ടിയാലാണ് ഒരു കുട്ടിക്ക് ഒരു സ്ത്രീയുമായി മുലകുടി ബന്ധം സ്ഥിരപ്പെടുക എന്ന് ഖുർആനിലെ വചനം എന്ത് ചെയ്തിരുന്നു? ആദ്യം അവതരിച്ചിരുന്നു. എങ്ങനെ? 10 തവണ മുലയൂട്ടിയാൽ, ഇപ്പോൾ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ കുട്ടിയല്ലാത്ത വേറൊരു കുട്ടി എന്ത് ചെയ്തു? വേറൊരു സ്ത്രീയുടെ കുട്ടിയെ ഒരു സ്ത്രീ 10 തവണ മുലയൂട്ടിയാൽ എന്ത് ചെയ്യും? ആ കുട്ടിക്ക് ഈ ഉമ്മാരാണ്, മുലകുട്ടിയുമ്പോൾ ഉമ്മാന്റെ സ്ഥാനത്താണ്. അതേപോലെ തന്നെ അവരുടെ സഹോദരങ്ങൾ, സഹോദരികളൊക്കെ വിവാഹബന്ധം നിഷിദ്ധമാക്കുന്ന ആളുകളായി മാറും. നമുക്കറിയാം വിഷയം, അതിന്റെ മസാലകളിലേക്ക് ഞാൻ പോകില്ല. അങ്ങനെ ആയിത്തന്നെ. അപ്പൊ നിയമം എന്താ? 10 തവണയാണ്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? ആ വചനവും നിയമവും മാറ്റി. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, അന്നഹ ഖാലത് കാന ഫീമാ ഉൻസില മിനൽ ഖുർആനി 10 റളആത്തിൻ മഅലൂമാത്തിൻ യുഹരിംന എന്നിട്ട് പറഞ്ഞു, സുമ്മ നുസ്ഖിന ബിഖംസിൻ മഅലൂമാത്തിൻ. പിന്നെ അതെന്താക്കി? 5 തവണ അറിയപ്പെട്ട രീതിയിൽ 5 തവണ എന്ത് ചെയ്താൽ മതി? മുലയൂട്ടിയാൽ മതി. 5 തവണ മുലയൂട്ടിയാൽ എന്തായി? അത് സാഹോദര്യ ബന്ധം നിലവിൽ വരും. മനസ്സിലായി? അപ്പൊ ആദ്യത്തെ 10 എന്നുള്ളത് മായ്ക്കപ്പെട്ടു, അത് ഒഴിവാക്കപ്പെട്ടു. അതിനി ആവശ്യമില്ലാത്ത നിയമമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അത് മറപ്പിക്കപ്പെടും. അത് പിന്നെ ഖുർആൻ ഓതുന്നതിൻ്റെ ഇടയിലോ പഠിപ്പിക്കുന്ന അത് ഒരിക്കലും കടന്നു വരില്ല. അതാണ് ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച് എന്ത് ചെയ്യും? അത് മറക്കും. പത പറഞ്ഞു, യംഹുല്ലാഹു മാ യശാ, അള്ളാഹു താൻ ഉദ്ദേശിച്ചത് മായ്ച്ചു കളയുകയും താൻ ഉദ്ദേശിച്ചതിന് അവൻ എന്ത് ചെയ്യും? സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്.
ഇപ്പം വൃദ്ധരായ ആളുകൾ, വൃദ്ധന്മാരായ വയസ്സായ സ്ത്രീയും പുരുഷനും വൃദ്ധരായ ആളുകൾ വ്യഭിചരിച്ചാൽ അവർക്കുള്ള ശിക്ഷ ഖുർആനിലുണ്ടായിരുന്നു ആദ്യം. ആ ശിക്ഷ എന്ത് ചെയ്ത് എടുത്തു മാറ്റിയിട്ടുണ്ട്, അതൊഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീന് പൂർത്തിയാക്കുമ്പോൾ ആ പൂർത്തിയാക്കിയ കാര്യങ്ങളൊന്നും തീരെ മറക്കൂല. എന്നാൽ അതിൻ്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ നന്മക്ക് വേണ്ടി പല കാര്യങ്ങളും എന്ത് ചെയ്തു, കൂടുതൽ ഉപകാരമുള്ളത് കൊണ്ടുവന്നു, എളുപ്പമുള്ളത് കൊണ്ടുവന്നു. ആദ്യം ഉണ്ടായിരുന്ന ചില നിയമങ്ങൾ എന്ത് ചെയ്തു, ഒഴിവാക്കുകയും ചെയ്തു. റബ്ബിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ ഖദറാണത്, വിധിയാണത്. അതിൽ നമുക്ക് സംശയം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ എന്താ അങ്ങനെയെന്ന് ചോദിക്കാനൊന്നും അവകാശമല്ല. മനുഷ്യർക്ക് കൂടുതൽ ഉപകാരമുള്ള നന്മയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലളിതമാക്കി തന്നത്. കുറച്ചുകൂടെ ശക്തമായ നിയമങ്ങളായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നു വിചാരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഒഴിവാക്കി. അത് മറപ്പിക്കപ്പെടും. ഇനി അതെന്ത് ചെയ്യില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓർമ്മ ഉണ്ടാകില്ല. ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതൊഴികെ. അതാണ് ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ അടുത്ത ആയത്ത്, വനുയസ്സിറുക ലിൽ യുസ്റ, വനുയസ്സിറുക, നിനക്ക് നാം എളുപ്പമാക്കുകയും ചെയ്യും. വനുയസ്സിറുക, വനുയസ്സിറുക, നിനക്ക് നാം എളുപ്പമാക്കുകയും ചെയ്യും. ലിൽ യുസ്റ, കൂടുതൽ എളുപ്പമായതിലേക്ക്, കൂടുതൽ എളുപ്പമായത്. അതാണ് എട്ടാമത്തെ ആയത്ത്. വനുയസ്സിറുക ലിൽ യുസ്റ, നിനക്ക് നാം എന്ത് ചെയ്യും, കൂടുതൽ സുഗമമായതിലേക്ക് നാം സൗകര്യം ഏർപ്പെടുത്തുന്നതാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. നബിക്ക് മാത്രമല്ല എല്ലാവർക്കും എളുപ്പമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരാധനകൾ എളുപ്പമാക്കി കൊടുക്കും. ഈ ആരാധനകൾ ചെയ്യാൻ ഇപ്പം നോക്കൂ നിങ്ങൾ, നമസ്കാരം, രാത്രി നമസ്കാരം, അതേപോലെ തന്നെ മറ്റുള്ള നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ പ്രബോധനം, വലിയ ദൗത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്, വലിയ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ ജീവിതത്തിൽ ആരാധനകൾക്കും ഇബാദത്തുകൾക്കുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുത്തു. അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പണ്ഡിതന്മാർ എന്ത് ചെയ്തു, പറഞ്ഞിട്ടുണ്ട്. വേറെ ചില ആളുകൾ പറഞ്ഞു, ഇസ്ലാമിൻ്റെ വിധികൾ, അഹ്കാമുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എളുപ്പമാക്കി കൊടുത്തു. ഇങ്ങനെയും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, മൊത്തത്തിൽ പരിശുദ്ധ ദീൻ എന്ന് പറഞ്ഞ എളുപ്പമാണ്. ആത്മാർത്ഥതയുള്ള ദീനിനെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും മതം എളുപ്പമാണ്. മതത്തിൽ ബുദ്ധിമുട്ടുള്ള യാതൊന്നുമില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരാത്മാവിനും ചെയ്യാൻ പറ്റാത്ത ഒന്നും ദീനിലില്ല. ഇന്നദ്ദീന യുസ്റുൻ, മതം എളുപ്പമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ ദീനിയായ കാര്യങ്ങൾ എന്ത് ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും. വനുയസ്സിറുക ലിൽ യുസ്റ, അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി പിന്നെ 9-ാമത്തെ ആയത്ത്, ഫദക്കിർ, ഫദക്കിർ ഇൻ നഫഅതി ദിക്റ, ഫദക്കിർ ഇൻ നഫഅതി ദിക്റ. എന്താണ് ഫദക്കിർ എന്ന് പറഞ്ഞാൽ? ഫദക്കിർ, ഫ അവിടെ ആകയാൽ എന്നർത്ഥം. ഫദക്കിർ, ആകയാൽ നീ എന്ത് ചെയ്യുക, ഉപദേശിക്കുക, ആകയാൽ നീ ഓർമ്മിപ്പിക്കുക. ഇൻ നഫഅതി, ഉപകാരപ്പെട്ടെങ്കിൽ, ഫലം ചെയ്യുമെങ്കിൽ. ഇൻ നഫഅ, നഫഅ എന്ന് പറഞ്ഞാൽ ഉപകാരം. ഇൻ നഫഅത്, ഇന്നഫഅതി, ഉപകാരപ്പെട്ടെങ്കിൽ. എന്ത്? അദ്ദിക്റ, ഉപദേശം അല്ലെങ്കിൽ സ്മരണ. എന്താ പറയുന്നത്? ആകയാൽ നീ ഉപദേശിച്ചു കൊള്ളുക, ഉപദേശം ഫലപ്പെടുന്നുവെങ്കിൽ. നബിനോടല്ല പറയാണ്. അടുത്ത ആയത്തും കൂടി പറയാം, സയദ്ദക്കറു മൻ യഖ്ശാ, സയദ്ദക്കറു, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ഉപദേശം സ്വീകരിച്ചു കൊള്ളുന്നതാണ്. സയദ്ദക്കറു, ഉപദേശം സ്വീകരിച്ചു കൊള്ളും അഥവാ ഓർമ്മിച്ചു കൊള്ളും. മൻ യഖ്ശാ, ഭയപ്പെടുന്നവൻ, അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകൾ. ഈ ആയത്ത് രണ്ടും നമ്മൾ ഗൗരവമായി പഠിക്കേണ്ട ആയത്താണ്. ഈ രണ്ടായത്ത് കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എന്താ പറയുന്നത്? ഫദക്കിർ, നീ എന്ത് ചെയ്യണം? ഉത്ബോധിപ്പിക്കണം, ഉപദേശം നൽകണം, നീ ഉപദേശിക്കണം. ആരെ? ഇന്നഫഅതി, നിന്റെ ഉപകാരം ഫലം ചെയ്യുമെങ്കിൽ. ദിക്റ, നിന്റെ ഉപദേശം, നിന്റെ സ്മരണ ഫലം ചെയ്യുമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഉപദേശിക്കണം. മനസ്സിലായോ? നീ ദഅവത്ത് നടത്തണം, നീ ഉപദേശിക്കണം, താക്കീത് നൽകണം. എങ്ങനെ? ആ താക്കീത് കൊണ്ട് ഉപകാരമുണ്ടെങ്കിൽ, ആ താക്കീത് ഉപകാരപ്പെടുമെങ്കിൽ നീ എന്ത് ചെയ്യണം? പിന്നെ ദഅവത്ത് നടത്തണം, നീ ഉത്ബോധിപ്പിക്കണം. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെന്ത് ചെയ്യും? സയദ്ദക്കറു മൻ യഖ്ശാ, അവരെന്ത് ചെയ്യും? ഉപദേശം സ്വീകരിച്ചു കൊള്ളുന്നതാണ്. മുഫസ്സിറുകൾ രണ്ട് രീതിയിൽ ഈ ആയത്തിനെ വിശദീകരിച്ചു. ഒന്ന്, എല്ലാവരെയും ഉപദേശിക്കണം എന്ന് പറഞ്ഞു. എല്ലാവരെയും ഉപദേശിക്കണം, സ്വീകരിക്കുന്നവനെയും സ്വീകരിക്കാത്തവനെയും കളിയാക്കുന്നവനെയും എല്ലാവരെയും ഉപദേശിക്കുക. നമ്മുടെ കടമ ഉപദേശിക്കലാണ്. അങ്ങനെ പറഞ്ഞു ചില ആളുകൾ. ഇപ്പം നമ്മൾ പിന്നെ സൂറത്തു ഗാശിയ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ലസ്ത അലൈഹിം ബി മുസൈത്തിർ, നീ ആരല്ല, നീ ബലം പ്രയോഗിക്കേണ്ട ആളല്ല. ഫദക്കിർ, ഓർമ്മപ്പെടുത്തുക. ലസ്ത അലൈഹിം ബി മുസൈത്തിർ,
അവരുടെ മേലെന്തിൽ അധികാരമൊന്നുമില്ല, നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ എല്ലാവരും ഉപദേശിക്കണം. ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞൊരു വാചകം എന്താ? ഉപകാരം ഫലം ചെയ്യുമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഉപദേശിക്കണം. എന്നിട്ട് പറഞ്ഞു, അതിൻ്റെ കൂടെ പറഞ്ഞു അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉപദേശം സ്വീകരിച്ചു കൊള്ളുന്നതാണ്. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു വിഭാഗം പണ്ഡിതർ എല്ലാവരും ഉപദേശിക്കണം എന്ന് പറഞ്ഞു, എല്ലാവരും ഉപദേശിക്കണം. വേറെ വിഭാഗം പറഞ്ഞു ഉപദേശം ഫലം ചെയ്യുന്നിടത്ത് മാത്രമാണ് ഉപദേശം വേണ്ടത്. അത് നമ്മൾ ഹിക്മത്ത് പോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഉപദേശം ഫലം ചെയ്യുന്നിടത്താണ് എന്ത് ചെയ്യേണ്ടത്? ഉപദേശം വേണ്ടത്. ഇപ്പം മത്സരബുദ്ധിയും ദുർവാശിയും പിന്നെ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവും, മത്സരിക്കുന്ന ആൾക്കാർ. അതേപോലെ തന്നെ ദുർവാശിയുള്ള ആൾക്കാർ, എന്ത് നടന്നാലും എന്ത് സംഭവിച്ചാലും ഞങ്ങളത് സ്വീകരിക്കൂല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പ്രഖ്യാപിച്ച് നടക്കുന്ന ആൾക്കാർ. അവരെടുത്ത് പോയിട്ട് നമ്മൾ കുറേ സമയം കളയേണ്ട ആവശ്യമില്ല. അവരെടുത്ത് പോയി സമയം, അതിൻ്റെ അർത്ഥം അവരോടൊന്നും പറയേണ്ടെന്നല്ല. അവരെടുത്ത് പോയിട്ട് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മളിൽ നിന്ന് മതം കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അറിയാത്ത ആളുകളുണ്ട്, നിഷേധികളല്ലാത്ത ആൾക്കാരുണ്ട്. പരസ്യമായി നിഷേധിച്ച് തള്ളുന്ന ആളുകളുടെ പിറകെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അവർക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്, അവർക്ക് കേൾക്കാനുള്ള വഴികളുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്. അതാണ് ഉപകാരപ്പെടുന്നുവെങ്കിൽ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ എന്തിനാ നബി ആക്ഷേപിച്ചത്? അബസ സൂറത്തിറങ്ങി എന്തിനാ? നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം വന്നു, അല്ലേ? അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം നമ്മൾ സൂറത്ത് അബസ പഠിക്കും, അത് വിശാലമായിട്ട് പഠിക്കും. അപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം വന്ന് സലാം പറഞ്ഞു, നബി സലാം അടക്കി. നബി ആരോട് ദാവത്ത് നടത്താണ്? മക്കയിലെ മുശ്രിക്കുകളായ നേതാക്കന്മാരോട് ദാവത്ത് നടത്താണ്. അപ്പോഴാണ് അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു വരുന്നത്. അപ്പം നബി മുഖം തിരിച്ചു എന്നാ. നബി മുഖം തിരിക്കാൻ കാരണം എന്താ? അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം കൂട്ടിലുള്ള കിളിയാണ്, കൂട്ടിലുള്ള ആളാണ്, കൂടുള്ള ആളാണ്. പിന്നെ ഈ സമയം ഉണ്ടാകും, അല്ലാതെ വെറുപ്പുണ്ടെന്നല്ല. ഇവർ നന്നായെങ്കിൽ എന്ന അമിതമായ ആഗ്രഹമാണ് നബിക്കുള്ളത്. പക്ഷെ അതിനെ അള്ളാഹു എന്ത് ചെയ്തു? എതിർത്തു. മനസ്സിലായില്ലേ? ആ ആളുകൾ ഉപദേശങ്ങളെ, താക്കീതുകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല, അവർ പരിഹസിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ദഅവത്ത് നടത്തുമ്പോൾ ഇമാം ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞെന്തറിയോ? ജനങ്ങൾക്ക് ഉപദേശം നൽകുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു മര്യാദയാണ് ഈ ആയത്ത്. കാരണം എന്താ? ആശക്ക് വഴി കാണുന്നിടത്താണ് ഉപദേശം ചെയ്യുക. മനസ്സിലായി? ആശക്ക് വഴി കാണുന്നിടത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപദേശിക്കേണ്ടത്. അല്ലാത്തടത്ത് നമ്മൾ അതിന് മുതിരാതിരിക്കലാണ് നല്ലത് എന്ന് മഹാനായ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ ആയത്തോട് ഞാൻ ആരോടും ദഅവത്തടത്തും ആരാപ്പഞ്ഞ് ഉപദേശം സ്വീകരിക്കുക എന്ന് ചോദിച്ചാൽ നടക്കുക. നമുക്ക് അറിയില്ല ആരൊക്കെ സ്വീകരിക്കും, ആരൊക്കെ സ്വീകരിക്കില്ല, നമുക്കറിയില്ല. അപ്പം നമ്മളെല്ലാവരോടും ദഅവത്തടത്തിൽ നമ്മുടെ ബാധ്യതയാണ്, നമുക്കറിയില്ല. എന്നാൽ അറിയുന്ന ഒരാൾ, ധിക്കാരിയായ ഒരാൾ, അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ പോയിട്ട് നമ്മളെ സമയം കളയേണ്ടതില്ല എന്നും അർത്ഥം. ഇനി ഇവിടെ ഉപദേശങ്ങളോടുള്ള ജനങ്ങളുടെ ചില സമീപനങ്ങളുണ്ട്. ഉപദേശങ്ങളോടുള്ള സമീപനം, ഒന്ന്, കേൾക്കാൻ തന്നെ മനസ്സ് കാണിക്കാത്ത ആൾക്കാരുണ്ട്. ഈ ക്ലാസ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരികളോട്, സഹോദരങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, നമ്മൾ ഈ ഖുർആൻ പഠിക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാകേണ്ട നേട്ടം തരാം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവണം. ഞാൻ ഈ പറയുന്ന ഈ രണ്ട് ആയത്തുകളെ മുന്നിൽ വെച്ച് നമ്മൾ ഈ ഉപദേശങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്താ? ഉപദേശങ്ങളെ നമ്മളെങ്ങനെ നോക്കിക്കാണുന്നത്? ഒന്ന്, കേൾക്കാൻ തന്നെ മനസ്സ് കാണിക്കാത്ത ആൾക്കാരുണ്ടാവും, അല്ലേ? നമുക്ക് തന്നെ അറിയാം എത്രയോ ആളുകൾ ക്ലാസ്സിന് വിളിച്ചാൽ വരാത്ത ആൾക്കാർ, ദീനിയായ കാര്യങ്ങൾക്ക് വരാത്ത ആൾക്കാർ. എന്നാൽ മറ്റുള്ള വിനോദങ്ങളിൽ എത്ര ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് മനുഷ്യരാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം കഴിഞ്ഞ്, കണ്ണൂർ ജില്ലയിലെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എത്രകാലം ആൾക്കാരോ മത്സരങ്ങളിൽ, ഫുട്ബോൾ മത്സരങ്ങളിൽ, ഗാനമേളകളിൽ, അങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് നിൽക്കാൻ സ്ഥലമല്ല, അത്രയും ആളുകളാണ് അവിടെ. എന്നാൽ ദീനിയായ സദസ്സുകളിലേക്കോ അവിടെ ഒരു 100 ആൾ, 50 ആൾ, അല്ലേ? വലിയ വലിയ സദസ്സുകളുണ്ട്, ഇല്ല എന്നല്ല, വലിയ വലിയ സദസ്സ്. ഇപ്പോൾ ഇന്നലെ പാലക്കാട് ജില്ലയിൽ ഫാമിലി കോൺഫറൻസ് എന്ന് പറയുന്ന മഹത്തായൊരു പ്രോഗ്രാം നടന്നു. ആയിരക്കണക്കിന് മനുഷ്യർ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. നന്മയാഗ്രഹിക്കുന്ന നല്ല മനുഷ്യരുണ്ട്. അല്ലാഹു ആ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത്, ഉപദേശങ്ങൾ കേൾക്കാൻ മനസ്സ് കാണിക്കാത്ത ആൾക്കാരുണ്ട്. നൂഹ് നബിന്റെ ആളുകൾ അങ്ങനെയായിരുന്നില്ലേ? നൂഹ് നബി പറഞ്ഞെന്താ? ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. റബ്ബേ, ഞാൻ ലൈലും നഹാറും, രാവും പകലും ഞാൻ അവരെന്ത് ചെയ്തു? വിളിച്ചു എന്നാണ്. ഞാൻ അവരെ ദീനിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരുന്നു. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാർ. അവരൊക്കെ ഓടി ഒളിക്കാണ് ചെയ്തത്. ഞാൻ അവരോട് ഉറക്കെ പറഞ്ഞു നോക്കി, അവർ ചെവിയിൽ വിരൽ തിരിക ചെയ്തത്. കേൾക്കാൻ സമ്മതിക്കാതെ വിരൽ തിരികുന്ന ആൾക്കാർ, അതിന് മനസ്സ് കാണിക്കാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ജനങ്ങളിൽ. നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടേണ്ട ആളുകളല്ല. വേറെ ആളുകളോ കളിയായിക്കൊണ്ട് അശ്രദ്ധമായി കേൾക്കുന്ന ആൾക്കാർ. നമ്മളിപ്പോൾ ദീനൊക്കെ പറയുമ്പോൾ എന്താ ഇപ്പം ഇവൻ്റെ കഥ, ഇവനെപ്പോഴും 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറിയിട്ടില്ല, ഇപ്പോഴും ഇവനിങ്ങനെ ആ പഴഞ്ചൻ ഞെരിയാണിൻ്റെ മുകളിൽ പാൻറ്റൊക്കെ ധരിച്ച് പർദ്ദക്കെട്ട്
മഫ്തൊക്കെ ധരിച്ച് ഇവർക്കൊന്നും ബോധമല്ലേ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കളിയായിക്കൊണ്ട് ദീനിനെ കാണുന്ന ആൾക്കാർ, ഉപദേശങ്ങളെ കാണുന്ന ആൾക്കാർ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആളുകളുണ്ട്. ഈ പിന്നെ പുതിയ കാലഘട്ടത്തിലും ഖുർആനൊക്കെ ഓതി ഇങ്ങനെ നടക്കണ മനുഷ്യന്മാർ, ദിക്റൊക്കെ ചൊല്ലി നടക്കണ മനുഷ്യന്മാർ, അങ്ങനെ പറയുന്ന, അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ ഉപദേശങ്ങളെയും പിന്നെ കളിയായിക്കൊണ്ട് അശ്രദ്ധമായിക്കൊണ്ട് ഉപദേശങ്ങളെ കാണുന്ന ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതൊക്കെ ഖുർആൻ വളരെ കൃത്യമായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അവരെങ്ങനെയാണ്? അവര് കളിച്ചുകൊണ്ട് അത് കേൾക്കുന്ന നിലയിലല്ലാതെ അവരതൊന്നും കേൾക്കുന്നില്ല. അവരുടെ ഹൃദയങ്ങൾ അതിനെക്കുറിച്ച് ബോധരഹിതരായിക്കൊണ്ടാണ് ഉപദേശങ്ങളെ നിർദ്ദേശങ്ങളൊക്കെ കേൾക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായത്തിലെ 2-ാമത്തെ 3-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. വേറെ ചില ആളുകൾ കേട്ടിട്ടും തിരിഞ്ഞു കളയുന്ന ആൾക്കാരുണ്ട്. ഇത് നമ്മൾ പേടിക്കണം. കേട്ടിട്ടും തിരിഞ്ഞു കളയുന്ന ആളുകൾ നമ്മളാ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. കേട്ടിട്ടും തിരിഞ്ഞു കളയാം അല്ലേ? എത്രയെത്ര നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാൻ അവസരമുണ്ട്. ആ കേൾക്കുന്ന കാര്യങ്ങളിൽ നല്ലതിനെ പിൻപറ്റുന്ന ആളുകളാണ്. അള്ളാഹു പറഞ്ഞു, ഉപദേശങ്ങളുടെ നേരെ ഉള്ള സമീപനം എന്താ? കേട്ടെടുത്ത് തിരിഞ്ഞു കളയുന്ന ആള്. എന്ന് പറഞ്ഞ് അള്ളാഹു പഠിപ്പിക്കും. തൻ്റെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ഉത്ബോധനം നൽകപ്പെട്ടിട്ടുണ്ട്. അവയിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവനേക്കാൾ അക്രമിയായി ആരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഉപദേശങ്ങളോട് ചില ആളുകളുടെ സമീപനത. 4-ാമത്തെ വിഭാഗമാണ് കേട്ടിട്ട് ചിലത് മാത്രം സ്വീകരിക്കും, ചിലത് സ്വീകരിക്കൂല. നമുക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കും, നമുക്ക് എളുപ്പമുള്ളത് സ്വീകരിക്കും, ബാക്കിയുള്ളത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഉപദേശങ്ങളോടുള്ളൊരു സമീപനമാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ദുരാചാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളൊക്കെ വീട്ടിൽ വിവാഹവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും നമുക്കറിയാം, പക്ഷെ നമ്മൾ കേൾക്കാൻ തയ്യാറല്ല. നമ്മൾ നിസ്കരിക്കുന്ന ആളാണ്, നമ്മൾ നോമ്പോക്കുന്ന ആളാണ്, നമ്മൾ മറ്റുള്ള ഇബാദത്തൊക്കെ ചെയ്യുന്നുണ്ട്. വിവാഹരംഗത്തോ അവിടെ നമ്മളൊന്നും കേൾക്കൂല അല്ലേ? ധൂർത്തടിക്കുന്ന ആൾക്കാർ, സ്ത്രീധനം വാങ്ങുന്ന ആൾക്കാർ അല്ലേ? വസ്ത്രം ആ ദിവസം എന്ത് തോന്നിയ വസ്ത്രം ധരിക്കുക. ഒരു കല്യാണത്തിൻ്റെ ദിവസമല്ലേ എന്നാ പറയാ, കല്യാണത്തിൻ്റെ ദിവസമല്ലേ. ആൺകുട്ടികൾക്ക് സ്വർണം ധരിക്കാൻ പാടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ആൺകുട്ടികൾ സ്വർണം ധരിക്കാൻ പാടില്ല. അത് ചെറുതായാലും വലുതായാലും. എന്നാൽ ചെറിയ ആൺകുട്ടി ഉണ്ടായാലും ആഭരണമായി കൊടുക്കുന്ന എത്രയോ ആൾക്കാരില്ലേ നമ്മുടെ കൂട്ടത്തിൽ? ആഭരണമായി കൊടുക്കുന്ന ആൾക്കാർ. അതാണ് ഉപദേശങ്ങൾ കേൾക്കുക. ചിലതൊക്കെ സ്വീകരിക്കും, ചിലതോ നമുക്ക് പറ്റാത്തത് നമ്മൾ സ്വീകരിക്കൂല. അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഉത്ബോധനങ്ങളോടും ഉപദേശങ്ങളോടും നല്ല നിലപാട് സ്വീകരിക്കുക. എന്നിട്ട് നല്ലത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക, ബാക്കിയുള്ളത് എന്ത് ചെയ്യുക? തള്ളിക്കളയുക. മനസ്സിലായി? അത് പാടില്ലാത്ത കാര്യമാണ്. അതേപോലെ തന്നെ 5-ാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ കേൾക്കുകയും പൂർണ്ണമായി അംഗീകരിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഈ വിഭാഗത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. എല്ലാം പറ്റിക്കൊള്ളുന്നില്ല ചിലപ്പോൾ, പക്ഷേ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. നിഷേധിക്കാൻ പാടില്ല, തള്ളിക്കളയാൻ പാടില്ല. സാധിക്കുന്നില്ലെങ്കിൽ അതിന് നമുക്ക് പടച്ചുകൊണ്ട് ഒതിർ പറയാം. ഒരു കാര്യം നമ്മൾ കേട്ടു, നമുക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പുണ്ട്. എല്ലാവർക്കും ഇത് പറ്റിക്കൊള്ളണമെന്നില്ല, എല്ലാവർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. അത് കുറ്റം കിട്ടില്ല. പക്ഷെ നിഷേധിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? രാത്രി നമസ്കാരം എല്ലാ ദിവസവും 11 റക്അത്ത് നിസ്കരിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ തള്ളിക്കളയരുത്, ദീനിൻ്റെ നിയമങ്ങളെ പരിഹസിക്കരുത്. എന്നാൽ കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യുക? നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അതായത് വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുകയും അതിലേറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക് എന്ന് പറഞ്ഞ് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഉൾപ്പെടുന്നത്. അങ്ങനെയാണ് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അവർ എല്ലാ സംസാരവും ശ്രദ്ധിച്ചു കേൾക്കും, അതിലേതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. എന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ തൻ്റെ ഇടത്തിലും ബുദ്ധിയിലും പെട്ടതാണ് അതിലേറ്റവും നല്ലത് പിൻപറ്റുക എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കുറേ ആളുകൾ പലതും പഠിപ്പിക്കുന്നുണ്ട്, പല രീതിയിൽ ആളുകൾ പിന്നെ നമ്മളിലേക്ക് എത്തുന്നുണ്ട്, സോഷ്യൽ മീഡിയകളിലൂടെ മറ്റുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ. അതുകൊണ്ട് തന്നെ കേൾക്കുന്നതെല്ലാം അതേപോലെ സ്വീകരിക്കരുത്, പരിശോധിക്കണം. ഇത് പ്രമാണമാണോ ശരിയാണോ എന്ന് എന്ത് ചെയ്യണം? നമ്മൾ പരിശോധിച്ചിട്ട് നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ 5 ആയത്തുകളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ ക്ലാസ്സിൽ 5 ആയത്തുകൾ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ 5 ആയത്തുകൾ നമ്മൾ പറഞ്ഞു. ആ 5 ആയത്തുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകങ്ങൾ എന്താ? സനുഖരിയുക ഫലാ തൻസ, സനുഖരിയുക ഫലാ തൻസ. നിനക്ക് നാം ഓതിത്തരാം, അതിനാൽ നീ മറന്നു പോകുന്നതല്ല. ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ, നിശ്ചയമായും അവൻ പരസ്യവും അവ്യക്തമായിരിക്കുന്നതും അറിയുന്നവനാകുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ശേഷം പറഞ്ഞു വനുയസ്സിറുക ലിൽ യുസ്റ, കൂടുതൽ സുഗമമായതിലേക്ക് നിനക്ക് നാം സൗകര്യം ഏർപ്പെടുത്തി തരുന്നതാണ്. ഫദക്കിറ ഇൻ നഫഅതി ദിക്റ, ആകയാൽ നീ ഉപദേശിച്ചു കൊള്ളുക, ഉപദേശം ഫലപ്പെടുന്നുവെങ്കിൽ. സയദ്ദക്കറു മൻ യഖ്ഷാ,
അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉപദേശം സ്വീകരിച്ചു കൊള്ളുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഈ അധ്യായത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കുക. ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ ബാക്കി ആയത്തുകൾ വരുന്ന ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹുവിൻ്റെ ഖുർആൻ നന്നായി പഠിക്കുന്ന, അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി